കുക്കിംഗ് ചാനലിലായ കണ്ണൂർസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സുധ. ഇന്നത്തെ റെസിപ്പിക്ക് ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. ഇന്ന് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത് അടുക്കളയിൽ വെച്ചല്ല, പുറത്താണ്. അതിൻ്റെ കാരണം കൂടി ഞാൻ പറയാം. ഞാനൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്നൊരു കുട്ടിയായിരുന്നു. അപ്പോൾ പണ്ട് കാലത്തൊക്കെ നമ്മുടെ അമ്മ നമ്മളെ മുറ്റത്തൊക്കെ ആയിരുന്നു കുക്ക് ചെയ്യുന്നത്. മുറ്റത്തൊക്കെ ഒരു അടുപ്പ് കൂട്ടിയിട്ട് ഇത്തിരി ചുള്ളിക്കമ്പും പിന്നെ കരിയിലൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് ഒക്കെയാണ് കുക്ക് ചെയ്യാറ്. ചോറും കറികളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ കരിയിലൊക്കെ അടുപ്പിലോട്ടേക്ക് ഇങ്ങനെ ഉന്തി കൊടുക്കാനൊക്കെ എന്നെയാണ് ചുമതലപ്പെടുത്താറ്. ഞാനപ്പോൾ ഒരു ചെറിയ പലകയൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയ സ്റ്റിക്കൊക്കെ പിടിച്ചിട്ട് കരിയിലൊക്കെ ഉന്തി കത്തിച്ച് അങ്ങനെ ചോറും കറികളൊക്കെ അമ്മ ഉണ്ടാക്കാറുണ്ട്. എല്ലാം മസാലക്കൂട്ടൊക്കെ റെഡിയാക്കിയിട്ട് ചട്ടി അവിടെ കൊണ്ടുവച്ച് തരാറാണ് ചെയ്യാറ്. അപ്പോൾ വളരെ ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ കരിയില ഇങ്ങനെ കത്തി പോകുന്നത് കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നല്ല ഓർമ്മകൾ നിറഞ്ഞൊരു ബാല്യമാണ് എനിക്കുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ മക്കൾക്ക് പുറത്ത് അടുപ്പ് കൂട്ടിയിട്ട് വിറക് കത്തിക്കുന്നതോ ഒന്നും തന്നെ അറിയില്ല. എല്ലാവർക്കും ഗ്യാസ് അടുപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു മക്കൾക്കും കൂടി ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നൊരു റെസിപ്പി നമ്മുടെ മുറ്റത്ത് ഒരു ചെറിയ അടുപ്പൊക്കെ കൂട്ടി വിറകൊക്കെ കത്തിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കുട്ടികളും കൂടെ എൻജോയ് ചെയ്യട്ടെ. അപ്പോൾ ഇതൊരു സീരീസ് ആയിട്ട് തുടങ്ങുകയാണ്. അതിൽ ഇന്ന് ആദ്യത്തേത് ഞാൻ ചെയ്യാൻ പോകുന്നത് പാൽപ്പായസമാണ്. അത് എങ്ങനെയാവുമെന്ന് അറിയില്ല. ആദ്യമായിട്ട് കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ അടുപ്പ് കൂട്ടിയിട്ട് മുറ്റത്തൊക്കെ വിറകൊക്കെ കത്തിക്കുന്നത്. ഉള്ളിലൊക്കെ ഉണ്ട്, പക്ഷേ അത് ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കാണില്ല. ഉള്ളിൽ എൻ്റെ കിച്ചൻ്റെ ഉള്ളിൽ ഒരു വിറകടുപ്പുണ്ട്, പക്ഷെ അത് ഭയങ്കര ഇരുടായിരിക്കും. അതിൻ്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും തന്നെ കാണില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരെയും പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് എൻ്റെ മുറ്റത്തേക്ക്. നിങ്ങൾ എല്ലാവരും അതൊരു പോസിറ്റീവ് മൈൻഡിൽ ആക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ പാൽപ്പായസത്തിന് ഞാൻ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണെന്ന് പറയാം. ഇവിടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ കിച്ചണിൽ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ പാൽപ്പായസത്തിന് വേണ്ടിയിട്ട് ആദ്യം എടുത്തത് നമ്മുടെ ജീരകശാല അരിയില്ലേ, നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുന്ന ജീരകശാല അരിയാണ് എടുത്തത്. അത് നമ്മുടെ ഈ ഒരു കയ്യിൽ ഒരു പിടി അരിയാണ് എടുത്തത്. അത് എന്നിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു മണിക്കൂർ കുതിർത്തിട്ടതാണ്. ഇതിപ്പോൾ നല്ലപോലെ സോഫ്റ്റായി, കൈകൊണ്ട് തൊടുമ്പോൾ തന്നെ പൊട്ടും. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ്. പഞ്ചസാരയുടെ മധുരം ഇവിടെ കുട്ടികൾക്കൊന്നും അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് 1/4 എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് എടുത്തോളൂ. പിന്നീട് എടുത്തത് ഒരു പിടി കാഷ്യൂ നട്ട്സ്, ഒരു പിടി മുന്തിരിങ്ങ, ഒരു 4 ഏലക്ക, 1/2 ലിറ്ററിൻ്റെ ഒരു പാല്, പിന്നീട് ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി നമുക്ക് വേണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മുടെ ഈ പാൽപ്പായസത്തിന് വേണ്ടുള്ളൂ. പിന്നീട് ഞാനിത് തയ്യാറാക്കാൻ പോകുന്നത് ഉരുളിയിലാണ്. അപ്പോൾ നമുക്ക് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി മുറ്റത്തേക്ക് പോവാം. പുറത്ത് അടുപ്പ് കൂട്ടിയ ആ സ്ഥലത്ത് വന്നിട്ടാണ് ഉള്ളത്. മുറ്റത്താണ് കൂട്ടിയത്, നമ്മുടെ മുറ്റത്തിൻ്റെ ഫ്രണ്ട് സൈഡ് തന്നെ. അപ്പം ഞാൻ ആദ്യം തന്നെ തീ കത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു കടലാസും ഒരു ലൈറ്ററും എടുത്തിട്ടുണ്ട്. തീ പറ്റിക്കുന്നത് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. തീയെ നേരത്തെ പിടിച്ചിട്ട് ഒന്നുമില്ല, ഇത് കത്തി കഴിഞ്ഞിട്ടാകുമ്പോൾ തീ കത്തും. തീയൊക്കെ നല്ലപോലെ കത്തി പിടിച്ചു കഴിഞ്ഞു. ഞാൻ ഉരുളി അടുപ്പിലോട്ടേക്ക് വെക്കട്ടെ. ഇനി ഈ ഉരുളിയിലേക്ക് നമുക്ക് പാലും വെള്ളവും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ പാലും വെള്ളവും ഇങ്ങോട്ട് എടുക്കട്ടെ. അപ്പോൾ ഈ ഉരുളിയിലേക്ക് ഞാൻ ആദ്യം പാല് പൊട്ടിച്ചൊഴിക്കട്ടെ. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം കൂടെ ഇതിലേക്ക് ചേർക്കുക. ഇനി ഈ പാലും വെള്ളവും കൂടെ നന്നായിട്ടൊന്ന് തിള വരട്ടെ. തീയൊക്കെ നല്ലപോലെ കത്തുന്നുണ്ട്, അത് നല്ലപോലെ തിളച്ച് വരട്ടെ. വന്നതിന് ശേഷം ഒരു അടപ്പ് വെക്കാം നമുക്ക്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ തീ കത്തിക്കുന്നതിൻ്റെ പൊടിയൊക്കെ നമ്മുടെ പാലിലേക്ക് കയറി വരും. അതുകൊണ്ട് അടച്ചു വെച്ച് നമുക്കിത് തിളപ്പിക്കാം. പാല് നന്നായിട്ട് തിളച്ചു. ഇനി നമുക്ക് കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന ഈ നമ്മുടെ ജീരകശാല അരി ഇതിലേക്ക് ചേർക്കാം. അരി നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം.
പഞ്ചസാര ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഒരു 3 മിനിറ്റ് കൂടെ ഈ പഞ്ചസാര നല്ലപോലെ മെൽറ്റായി പായസമായിട്ട് നന്നായിട്ടൊന്ന് ചേരാൻ വേണ്ടിയിട്ട് ഒരു 3 മിനിറ്റ് കൂടി നമുക്കിതിങ്ങനെ കുക്ക് ചെയ്യണം. കണ്ടില്ലേ, പായസം അത്യാവശ്യം തിക്കാണ്. ഈ പഞ്ചസാരയും കൂടി ഒന്ന് അലിഞ്ഞ് ഇതിൽ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. നമ്മുടെ പായസം റെഡിയായി കഴിഞ്ഞു. കണ്ടില്ലേ, നല്ല അടിപൊളി പാൽപ്പായസം ഉരുളിയിൽ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനു വേണ്ടി ഗാർണിഷ് വേണം. അതിനുവേണ്ടി കുറച്ച് കിസ്മിസ് അണ്ടിപ്പരിപ്പൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നെയ്യും. അപ്പം നെയ്യിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇതിന് ഒന്ന് വറുത്ത് ഇടണം. അതിന് വേണ്ടിയിട്ട് ഈ ഉരുളി പാൽപ്പായസം അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു ചെറിയ പാത്രം അടുപ്പിലേക്ക് വെക്കാം. എന്നിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തെടുക്കാം. ഞാൻ ആദ്യം ഇതൊന്ന് മാറ്റി വെക്കട്ടെ. പാൻ നന്നായി ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്കൊരു 2 ടീസ്പൂൺ നെയ്യാണ് ഒഴിക്കുന്നത്. ഇനി ഈ നെയ്യ് ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. ഓയിൽ നന്നായി ചൂടായി. അതിലേക്ക് ഞാൻ ആദ്യം നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ മുന്തിരിങ്ങയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒന്ന് റോസ്റ്റ് ആവട്ടെ. മുന്തിരിങ്ങയൊക്കെ നല്ല ബോൾ പോലെ വന്നു കഴിഞ്ഞാലാണ് നമ്മളത് വാങ്ങേണ്ടത്. അപ്പം ജസ്റ്റ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പം നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഉണ്ടാവും നല്ല പോലെ റോസ്റ്റായി കഴിഞ്ഞു. നമുക്കിത് പായസത്തിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. പായസം ഇവിടെ പൊത്തി വെച്ചിട്ടാണുള്ളത്, ചേർക്കാം. പാൽപ്പായസം റെഡി. ഇഷ്ടപ്പെട്ടോ? പായസം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. ഇനി ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യട്ടെ. മക്കൾ പായസം വലുതായി കുടിക്കൊന്നുമില്ല, എങ്കിലും അവർക്ക് ഇത്തിരി ഇത്തിരി കൊടുക്കാം. വളരെ കുറച്ച് ഞാനും എടുക്കട്ടെ. ഓക്കെ, നല്ല ചൂടുണ്ട്. ഇതാ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഇത് കേട്ടോ. കുറച്ച് കുടിച്ചു നോക്കട്ടെ. അടുപ്പിൽ വെച്ചുണ്ടാക്കിയ പായസത്തിന് വേറെ തന്നെ ഒരു രുചിയാണ് കേട്ടോ. ആ വിറകടുപ്പിൽ ഉരുളിയിൽ വന്ന പായസം എന്ന് പറയുമ്പോഴത്തേക്കും അത് സൂപ്പറാണ്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? ഞാൻ മക്കൾക്ക് എല്ലാവർക്കും പായസം കൊടുത്തു, പക്ഷെ അവർ ക്യാമറേൻ്റെ മുന്നിൽ വരുന്നില്ല. അപ്പോൾ വിറകടുപ്പിൽ കുക്ക് ചെയ്യുന്ന ഈ രീതി പുതിയ എക്സ്പീരിയൻസ് ഒന്നല്ല, വർഷങ്ങൾക്ക് ശേഷമുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പണ്ട് ഇതൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. ഇനിയും ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ പരിപാടിയൊക്കെ നിർത്തി പോയി കളയോ. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു നല്ല കമൻസൊക്കെ വായിക്കുമ്പോഴാണ് ഇത് കൂടുതൽ ചെയ്യണം എന്നുള്ള ഒരു തിങ്കിങ് എനിക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബിന് ശേഷം വരുന്ന ആ ചെറിയ കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇനിയും കൂടുതൽ ഇങ്ങനെ പുറത്ത് വെച്ചിട്ട് വിറകടുപ്പിൽ കുക്ക് ചെയ്യണമെന്നാണ് ആഗ്രഹം. എന്തൊക്കെ തരത്തിലുള്ള വീഡിയോസാണ് ഇങ്ങനെ പുറത്തുനിന്ന് നിങ്ങൾക്ക് കാണേണ്ടതെന്നും കൂടിയിട്ടുള്ള ഒരു കമൻസ് എൻ്റെ ആ പബ്ലിക് കമൻറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചായിരിക്കും പിന്നീട് അങ്ങോട്ടുള്ള എൻ്റെ എല്ലാ കുക്കിങ്ങും, അല്ലാതെ എൻ്റെ ഇഷ്ടത്തിനല്ല. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. ഗുഡ് ബൈ.